മരണം കൊലപാതകമായാലും ആത്മഹത്യയായാലും മരണശേഷം മരിച്ചവർക്ക് പറയാനുള്ളത് എന്ത് തന്നെ ആയാലും അവരത് വിളിച്ചു പറയുന്നത് അവരുടെ മൃതശരീരത്തിലൂടെ ആയിരിക്കും അല്ലേ. അങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഒരു പോലീസ് സർജൻ ആയിരിക്കും. അത്തരത്തിലൊരു പോലീസ് സർജൻ്റെ കുറ്റാന്വേഷണ യാത്രകളാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കബാല. ഡോക്ടർ ബി ഉമാദത്തൻ്റെ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾക്ക് ശേഷം ഞാൻ വായിച്ച പുസ്തകമാണ് കബാലം. ആ പുസ്തകം എന്ന് പറയുന്നത് കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. പക്ഷേ കബാലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അനുഭവങ്ങളുടെ കൂടെ കുറച്ച് ഫിക്ഷനും കൂടി ചേർത്തുള്ള 15 കേസ് കഥകളായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുസ്തകം ആരംഭിക്കുന്നത് ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായ ഹരി പോലീസ് സർജനായ ഉണ്ണികൃഷ്ണനെ കാണാൻ എത്തുന്നതാണ്. ഓരോ കേസുകളും കേസിൻ്റെ തുടരന്വേഷണവും ഒക്കെ ത്രില്ലർ സ്വഭാവത്തിൽ എൻഗേജിങ് ആയിട്ട് മുന്നോട്ട് പോകുന്നെങ്കിലും ചിലയിടങ്ങളിൽ അവർ ഫോളോ ചെയ്യുന്ന പാറ്റേൺ അല്ലെങ്കിൽ ഉണ്ണിയും ഹരിയും തമ്മിലുള്ള കോൺവെർസേഷൻ, അവർ പരസ്പരം പുകഴ്ത്തുന്നത്, അതൊക്കെ ആ ഒരു ത്രില്ലർ സ്വഭാവത്തെ വായനക്കാർക്ക് ആ ഒരു ത്രില്ലിംഗ് എഫക്റ്റ് കിട്ടുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ട്. പുസ്തകത്തിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് പിന്നെ ഈ 15 കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നർത്തനം എന്ന് പറയുന്ന സ്റ്റോറിയാണ്. ഒരു കേസ് സ്റ്റോറിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നർത്തകി ഒരു ഹോട്ടൽ റൂമിലെ ബാത്ത് ടബിൽ മരണപ്പെട്ട് കിടക്കുന്നു. അതിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഹരി വരുന്നു. അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോലീസ് സർജൻ എത്തുന്നു. അപ്പോൾ ആ മുങ്ങി മരണത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നതും, കുറ്റാന്വേഷണ കഥകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു മൃതശരീരം ഒരു പോലീസ് സർജനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് തരത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ അവർ നടത്തുന്ന ടെസ്റ്റുകൾ, പോസ്റ്റ്മോർട്ടം രീതി, ആധുനിക സാങ്കേതിക വിദ്യ കുറ്റാന്വേഷണത്തെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന പുസ്തകമായിരിക്കും കബാലം. വായിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വായിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.